ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. മുള്ളൂർക്കര സെന്റ് ആന്റണീസ് പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബാസ്ത്യാനോസിന്റെയും വിശുദ്ധ അൽഫോൺസാമ്മയുടെയും സംയുക്ത തിരുനാൾ ജനുവരി 17, 18 തീയതികളിലായി ആഘോഷിച്ചു. മുള്ളൂർക്കര സെന്റ് ആന്റണീസ് പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബാസ്ത്യാനോസിന്റെയും വിശുദ്ധ അൽഫോൺസാമ്മയുടെയും സംയുക്ത തിരുനാൾ ജനുവരി 17, 18 തീയതികളിലായി സമുചിതമായി ആഘോഷിച്ചു. തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രസ്തുതേന്തി വാഴ്ച, കൂട് തുറക്കൽ, വീടുകളിലേക്കുള്ള അമ്പ് വിതരണം എന്നീ തിരുകർമ്മങ്ങൾ വെള്ളിയാഴ്ച രാവിലെ 6:15 ദിവ്യബലിയോട് ചേർന്ന് നടത്തപ്പെട്ടു. തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഷിജു ചിറ്റിലപ്പള്ളി മുഖ്യ കാർമ്മികനായി. തുടർന്ന് വിവിധ കപ്പേളകളിൽ ലതീഞ്ഞ്, നൊവേന എന്നിവ നടന്നു. വൈകിട്ട് 7 മണിക്ക് വീടുകളിൽ നിന്നും പ്രാർത്ഥനയായി അമ്പുകൾ തിരിച്ചേൽപ്പിച്ചു. പ്രധാന തിരുനാൾ ദിനമായ 18 തീയതി രാവിലെ 6:30 ഇടവക വികാരി ഫാദർ ഷിജു ചിറ്റിലപ്പള്ളി ദിവ്യബലി അർപ്പിച്ചു. 9:30 ആഘോഷമായി തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജോമോൻ ഇമ്മട്ടി മുഖ്യ കാർമ്മികനായി. ഫാദർ റൈസൻ തട്ടിൽ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ അജോ പുത്തൂക്കര സഹകാർമ്മികനായി. ദിവ്യബലിക്ക് ശേഷം ഭക്തി നിർഭരമായ തിരുനാൾ പ്രദക്ഷിണത്തിന് ഫാദർ അജോ പുത്തൂക്കര കാർമ്മികനായി. ശേഷം തിരുശേഷിപ്പ് കൊണ്ടുള്ള ആശീർവാദവും തിരുശേഷിപ്പ് വണക്കവുമുണ്ടായിരുന്നു. ജനുവരി 19 തീയതി ഞായറാഴ്ച ഇടവകയിലെ പരേതർക്ക് വേണ്ടിയുള്ള അനുസ്മരണ ബലി ഉണ്ടായിരിക്കും. പരിപാടികൾക്ക് ഫാദർ ഷിജു ചിറ്റിലപ്പള്ളി, ട്രസ്റ്റിമാരായ വർഗീസ് എജെ, അഖിൽ ജോസ് മേനേച്ചേരി, കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി കൺവീനർ ദേവസി പി, സിസ്റ്റർ ഷാലീന, സിസ്റ്റർ ബേർലി ജോർജ്, ദേവാലയ ശുശ്രൂഷി ഷിബു MJ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് CCV.